നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടോ? അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ. നമ്മൾ കണ്ടില്ലേ, താഴെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഈ കാണുന്നതാണ് ഇടുക്കിയിലെ റിപ്പീറ്റിംഗ് സ്റ്റേഷൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേട്ടോ, ഞാനിപ്പോൾ ഉള്ള ഇലവീഴ പൂഞ്ചിറയാണ്. ഇലവീഴ പൂഞ്ചിറ വന്നതേ ഉള്ളൂ. എൻ്റെ ബാക്കിലോട്ട് നിങ്ങൾക്ക് നോക്കിയാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ അതേ മുകളിലോട്ട് ഇങ്ങനെ നടന്ന് ട്രക്ക് ചെയ്ത് നടന്ന് കയറാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ട്രക്കിങ്ങൊന്നുമില്ല, വലിയ ട്രക്കിംഗ് അല്ല, അത്യാവശ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ നടന്നാണ് മുകളിലോട്ട് കയറുന്നത്. അപ്പം ഇവിടെ ജീപ്പ് സഫാരിയൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ ബാക്കിലൂടെ ഇപ്പോൾ ഒരു ജീപ്പ് പാസ് ചെയ്തിട്ടുണ്ട്. ജീപ്പിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. കണ്ട, ഒരു ജീപ്പ് എൻ്റെ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഇന്നാളൊന്ന് പണ്ടൊന്ന് വന്നതാണ്. അപ്പം അന്ന് ഇവിടുത്തെ റോഡെല്ലാം മോശമാണ്. ഇപ്പം റോഡ് ഒത്തിരി ഇവിടെ നന്നാക്കി നട്ടിപൊളിയായി വഴികളൊക്കെ. അപ്പം ഇവിടെ വരുമ്പോൾ നല്ല മനോഹരമായ കാറ്റാണ് ഇവിടുത്തെ. അതുപോലെ നല്ല പുൽമേടുകളാണ് കാണുന്നത്. പാറയും പുല്ലും കൊണ്ടുള്ള നല്ല പുൽമേടുകളാണ് ഇവിടെയുള്ളത്. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അവിടെ മലകളുണ്ട്, അതൊക്കെ കണ്ട്. അപ്പം ഇവിടെ പ്രത്യേകതകളുണ്ട്. ഇവിടെ എന്നാൽ മലങ്കര ഡാം കാണാം. അതുപോലെ ഇലവീഴ പൂഞ്ചിറ എന്നും പറഞ്ഞൊരു തടാകമുണ്ട്. ആ തടാകം കാണാം. അവിടെ ഇലകളൊന്നും വീഴത്തില്ല. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഇടിമിന്നൽ രക്ഷാജാലകങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കാണിക്കാതെ ഇവിടെ കയറിയിട്ട് ഞാൻ കാണിക്കാം. കണ്ടോ, എൻ്റെ പുറകിൽ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഈ കാണുന്ന സാധനം ഇടിമിന്നൽ രക്ഷാജാലകമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇടി ഒക്കെ ഇപ്പോഴും ഉണ്ടാകുന്ന സ്ഥലമാണ്. ഒരു ഇടി ഉണ്ടായാലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കിട്ട് പെട്ടെന്ന്. അതുകൊണ്ട് ഇതിൻ്റെ ഏത് പ്രദേശത്ത് ഇടി കിട്ടിയാലും ഇതുവഴി ഇത് പെട്ടെന്ന് ഭൂമിയിലേക്ക് പോകാനായിട്ട് ആൾക്കും അപകടങ്ങളൊന്നും വരാതിരിക്കാനായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങോട്ട് അടിപൊളി വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഞാനൊന്ന് കറങ്ങി അങ്ങോട്ട് നിന്നിട്ട് ഇവിടെ കാണിച്ചു തരാം. കോടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ വ്യൂ ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്, അടിപൊളി കാറ്റ്. ബാക്കിലോട്ട് നോക്കി അടിപൊളിയായിട്ടുള്ള കാറ്റാണ്, വല്ലാത്ത വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പിൽ എത്തി. ഇച്ചിരി മുമ്പ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ച മലയാണ് ഈ കാണുന്ന മല കേട്ടോ. ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇന്നാൾ ഞാനിവിടെ വന്ന സമയത്ത് ഭയങ്കര കോടയായതുകൊണ്ട് എനിക്ക് ഇത്രയും വ്യൂ കണ്ടിട്ടില്ല ഞാൻ. പക്ഷേ ഈ സമയം വന്നപ്പം നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. എല്ലാം നല്ല ക്ലിയറായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ അങ്ങേ മലകളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കുന്നു. അത്ര മനോഹരമായിട്ട് ഇപ്പം കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പിന്നെ രക്ഷാജാലകം. കുറേ ഉണ്ട് ഇവിടെ. ആദ്യം ഇങ്ങോട്ട് കയറി ഒരു കട കാണാം കേട്ടോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ചെറിയ സെറ്റപ്പുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ മുകളിലോട്ടുള്ള യാത്ര. ഇതിൻ്റെ ടോപ്പിലേക്ക് കാണാനായിട്ട് നമ്മൾ നടന്ന് പോകുന്നത്. നല്ല അടിപൊളി വെയിൽ. സൈഡിലൊക്കെ അത് നിറച്ച് പോത. എന്താ ഒരു ഭംഗി. ഇതൊക്കെ കൂടാതെ ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങോട്ടേക്ക് നോക്കിയാൽ അടിപൊളി വൈബിൽ നമുക്ക് മലകൾ, അതിൻ്റെ ദൃശ്യഭംഗി ഒക്കെ അടിപൊളിയായിട്ട് കാണാം. നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പം മുകളിൽ നിന്ന് ഒരു ജീപ്പ് ഇത് ഓഫ് റോഡ് ഡ്രൈവൊക്കെ ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ കണ്ടില്ല, താഴെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ട്രക്കിംഗ് ഒക്കെ ചെയ്ത് ജീപ്പുകൾ മുകളിലോട്ട് കയറി പോവുകയാണ്. കണ്ടോ, അതുപോലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമുക്കത് ഇവിടേക്ക് വരാം. ഏറ്റവും ടോപ്പിലെത്തിയിട്ടതേ നമ്മൾ വീണ്ടും നോക്കുമ്പം അതിമനോഹരമായ
വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. കോട ഇപ്പോൾ ചെറുതായിട്ട് കോടയുടെ ഒരു മൂടൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറിയൊരു കോടയുടെ മൂടൽ വന്നിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ആ ചിറ. കണ്ടോ, ചിറയോ കുളമോ എന്തൊക്കെ എന്ത് വേണം നമുക്ക് ആ കാണുന്നതാണ് ഈ കാണുന്നത്. അതിനപ്പുറത്ത് കാണുന്നതാണ് ഇപ്പോൾ പണി കഴിപ്പിച്ച പുതിയ റോഡ് വഴി ഇപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര. അതെ വളരെ അടിപൊളിയായിട്ട് നമുക്കത് ഇതുവഴി ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടത് ഇവിടേക്ക് എത്താനായിട്ട് സാധിക്കും. ഉള്ളൂ വണ്ടികളുടെ കൊണ്ടുള്ള യാത്ര. ഇവിടെ ചങ്ങല ഇട്ടിട്ട് വഴി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നടന്നാണ് പിന്നെ മുകളിലോട്ട് കയറാൻ ഒക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന വണ്ടികളെല്ലാം കണ്ടോ ഇവിടെ താഴെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഞാൻ എങ്ങോട്ടാണ് ഈ ഇറങ്ങിപ്പോകുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ ഈ കാണുന്നതാണ് താഴെ കാണുന്ന മലങ്കര ഡാമിലെ വെള്ളം കയറിക്കിടക്കുന്ന ഒരു സ്പോട്ടുകളാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, അടിപൊളി വ്യൂ ആണ് ഈ കാണുന്നത്. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ, രസമാണ്. സോ എനിക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു. പക്ഷേ മുമ്പേ കണ്ടതിന് അത്രയായിട്ട് മഞ്ഞ് കോട കയറി അവിടെ എല്ലാം കവറായി വരിക. ഇപ്പോൾ തന്നെ അത് വ്യൂ ചെറുതായിട്ട് മങ്ങി വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇടുക്കിയിലെ റിപ്പീറ്റിംഗ് സ്റ്റേഷൻ. പുതിയത് പഴയ ഒരു റിപ്പീറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് കാണാം. ഈ കാണുന്നതാണ് കേട്ടോ പഴയ ഇടുക്കിയിലെ റിപ്പീറ്റിംഗ് സ്റ്റേഷൻ. അതുപോലെ ഇലവീഴ പൂഞ്ചിറ സിനിമ ഒക്കെ നടത്തിയത് ഈ ഒരു പഴയ റിപ്പീറ്റിംഗ് സ്റ്റേഷനകത്ത് വെച്ചിട്ടാണ്. ആ സിനിമ കാര്യങ്ങളൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത് കേട്ടോ. ഈ വഴി നമുക്ക് നടന്ന് ആ കാണുന്ന എൻഡ് പോയിന്റിലെത്തിയാൽ നമുക്ക് അടിപൊളി ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിതുവഴി അങ്ങോട്ട് പോവാം. ഇവിടെ നമുക്ക് മലമ്പുഴ ഡാമൊക്കെ കാണാം കേട്ടോ. ഡാമിലേക്ക് വെള്ളം കയറി കിടക്കുന്ന ആ സ്പോട്ടൊക്കെ കണ്ട് ഈ മലയൊക്കെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈ ഒരു വഴി ആണ് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ടുള്ളത്. നല്ല ഭംഗിയാട്ടോ. നല്ല ഇവിടോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് കാറ്റില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാറ്റൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്തൂടെ ആ നിൽക്കുന്ന അപ്പോൾ പോയിന്റിലേക്ക് നമുക്ക് ഇവിടെ അടിപൊളി വ്യൂ ആണ് എന്നാണ് നമുക്ക് കേട്ടത്. അപ്പം വന്ന് കാണുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു പാറയിലോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം. പിടിക്കില്ല. ഈ ഒരു പാറയിലെ ടോപ്പിലേക്ക് കയറി കട്ടിപ്പൊള്ളിയായിട്ട് ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന നോക്കി ഇവിടെ നിന്ന് മലമ്പുഴ ഡാം ഇത് താഴെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അങ്ങ് മല എല്ലാം നല്ല ദൂരം അടിപൊളി വ്യൂ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ കറങ്ങി കാണാൻ പറ്റും. ഈ ഒരു മലയുടെ ചരിവൊക്കെ നമുക്കിവിടെ നിന്നാൽ നല്ലതുപോലെ കാണാൻ സാധിക്കും. നമ്മൾ വന്ന സ്ഥലം അങ്ങ് കാണുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ വന്നത്. ആ ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു സൈഡ് വരുന്നത് കോട അവിടുന്ന് ഇതൊക്കെ പറന്ന് ഉയരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി വരുന്നതനുസരിച്ച് നമ്മൾ കയറി വന്ന റോഡ് ആ ഒരു സ്പോട്ട് നമുക്ക് അവിടുന്ന് ഇങ്ങനെ കണ്ടോ താഴെ അത് നമുക്ക് നല്ലതുപോലെ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ നിൽക്കുന്ന ഒരു പുല്ലിൻ്റെ മറവ് കൊണ്ടാണ് കുറച്ച് ഷെയ്ഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അടിപൊളി. പിന്നെ അത് മുന്നോട്ട് നമുക്ക് നോക്കിയോണ്ടോ അടിപൊളിയായിട്ട് ഈ ഒരു മല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. അതുപോലെ ഇടിമിന്നൽ രക്ഷാചാലം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കണം. കാരണം ഇടി എപ്പം വേണേലും വെട്ടാം. അങ്ങനെ വെട്ടിയാൽ ഇത്ര ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ട് അപകടങ്ങളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു ചെറിയ പാലം, ഒരു വലിയ പാലം തോന്നുന്നു, പക്ഷേ ഇവിടെ നിന്ന് ചെറിയൊരു പാലമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നല്ല ഭംഗി ഇവിടെ നിന്ന് കാണാനായിട്ട്.